അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്രയും അക്ഷരവിദ്യാഭ്യാസമില്ലാത്ത, മലയാള പ്രയോഗങ്ങളറിയാത്ത, ആലങ്കാരിക പ്രയോഗങ്ങളറിയാത്ത ഒരു വിഭാഗം ചെറുപ്പക്കാർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്നത് വളരെ ഖേദകരം തന്നെയാണ്. വിഷയം പെട്ടെന്ന് പറയാം. കഴിഞ്ഞ ദിവസം അബ്ദുറഹ്മാൻ ഔഫിൻ്റെ അനുസ്മരണ പരിപാടിയിൽ കൂറ്റമ്പാറ ഉസ്താദ് പ്രഭാഷണം നടത്തിയിരുന്നു. അതിലിങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട്: ഉഹദ് യുദ്ധത്തിൽ 12 SSFകാർ പങ്കെടുത്തു. എന്നിട്ട് ആ സ്വഹാബികളുടെ പേരും പറയുന്നുണ്ട്. ആ പ്രഭാഷണം കേട്ടവർക്ക് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യവുമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഉസ്താദ് ഉദ്ദേശിച്ചത് ഉഹദ് യുദ്ധത്തിൽ ചെറുപ്പക്കാർ പങ്കെടുത്തു എന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ വിദ്യാർത്ഥികളുടെ ചെറുപ്പക്കാരുടെ സംഘടനയാണ് SSF. അതുകൊണ്ട് തന്നെ SSF എന്ന് പറഞ്ഞാൽ ഒരു മതപ്രബോധന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഇതേപോലെ മതപ്രബോധന വിദ്യാർത്ഥികളായി ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു 12 സ്വഹാബികൾ. ഇതിന് ആലങ്കാരികമായി ഇന്നത്തെ കാലോചിതമായ ഒരു പ്രയോഗം നടത്തി. അത്രമാത്രമേ ഉള്ളൂ. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനെ കട്ട് ചെയ്തുകൊണ്ട്, ഈ ഭാഗം മാത്രം കട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരോട് പറയാനുള്ളത്, നിങ്ങൾ സ്വയം അപഹാസ്യരാവുകയാണ്, സ്വയം വിഡ്ഢികളാവുകയാണ്. കാരണം മലയാളത്തിൽ അങ്ങനെ എത്ര പ്രയോഗങ്ങളുണ്ട്. ഇപ്പോൾ NRC വിഷയം വന്നു, CAA വിഷയം വന്നു. ആ സമയത്ത് ലീഗുകാരുടെ തന്നെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്: ഞങ്ങൾ ബദർ യുദ്ധം കണ്ടവരാണ്, ഞങ്ങൾ ഉഹദ് യുദ്ധം കണ്ടവരാണ് എന്നൊക്കെ. ഞങ്ങൾ ആരെങ്കിലും ബദർ യുദ്ധം കണ്ടോ? നിങ്ങൾ ലീഗുകാരെങ്കിലും ഉഹദ് യുദ്ധം കണ്ടോ? ഇല്ല. അതൊരു പ്രയോഗമാണ്. ഞങ്ങളെപ്പോലുള്ള മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, മുസ്ലിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധങ്ങൾ കണ്ടവരാണ് എന്ന പ്രയോഗം അവിടെ പ്രയോഗിച്ചതാണ്. ഞങ്ങൾ ബദർ യുദ്ധം കണ്ടതാണ്, ഞങ്ങൾ ഉഹദ് യുദ്ധം കണ്ടതാണ്, അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്കൊന്നുമല്ല എന്നൊരു പ്രയോഗം. ഇത് മനസ്സിലാക്കാൻ പോലും വിവേകമില്ലാത്തൊരു വിഭാഗം അല്ലേ? കേരള രാഷ്ട്രീയത്തിലെ പുലിക്കുട്ടിയാണ് കുഞ്ഞാലിക്കുട്ടി. ആരെങ്കിലും ചോദിച്ചോ ഏതിനത്തിൽപ്പെട്ട പുലിക്കുട്ടിയാണ്? ചീറ്റപ്പുലിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുലിയിൽപ്പെട്ട ആളാണോ കുഞ്ഞാലിക്കുട്ടി? ആരെങ്കിലും ചോദിച്ചോ? ഇല്ല. കാരണം എല്ലാവരും അക്ഷര വിദ്യാഭ്യാസമുള്ളവരാണ്, എല്ലാവരും മലയാളം അറിയുന്നവരാണ്, എല്ലാവർക്കും തിരിച്ചറിവ് ഉള്ളവരാണ് മലയാളികൾ. അതുകൊണ്ട് ആ ചോദ്യം ആരും ചോദിക്കില്ല. പക്ഷേ ചില അപഹാസ്യരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നതുകൊണ്ട് തന്നെ കുറ്റമ്പാറ ഉസ്താദ് പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അത് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. റഹ്മത്തുള്ള കാസിമി ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് മുസ്ലിം ലീഗിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട്. CH മുഹമ്മദ് കോയ മുസ്ലിം ലീഗിന് വേണ്ടി എത്രമാത്രം കഠിനാധ്വാനം ചെയ്തു, ഊണും ഉറക്കവുമില്ലാതെയാണ് അദ്ദേഹം മുസ്ലിം ലീഗിനെ വളർത്തിയെടുത്തത് എന്ന് റഹ്മത്തുള്ള കാസിമി പ്രസംഗിക്കുന്നുണ്ട്. ഊണും ഉറക്കവുമില്ലാതെ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അല്ലാതെ ഒരു മരത്തടി പോലെ ഊണും ഉറക്കവുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ആളാണ് CH മുഹമ്മദ് കോയ എന്നാണോ? ഒരിക്കലുമല്ല. ആലങ്കാരിക പ്രയോഗങ്ങൾ അറിയാത്ത മലയാളികളുണ്ട് എന്ന് പറയുമ്പോൾ വല്ലാത്ത ഖേദമുണ്ട്. ഇത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് പഴയകാലത്തെ വഹാബി പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പൻ നേതാക്കന്മാർ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഒരു ആനത്തലയോളം വലിപ്പമുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്: ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തിരയുള്ളവർ. ഇത് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ വിഡ്ഢികളാക്കി ഒരു ചോദ്യം ചോദിക്കാറുണ്ട്: ഈ കൊടിയുടെ നിറം എന്താണ് എന്ന്. ആക്ഷേപപരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ കൊടിയുടെ നിറം എന്താണ്. തിരിച്ച് സുന്നി പണ്ഡിതന്മാർ ഒരു ചോദ്യം ചോദിച്ചു, പരിശുദ്ധ ഖുർആനിൻ്റെ വചനം മുന്നിൽ വെച്ചുകൊണ്ട്: വഅതസിമു ബിഹബിലില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക. ഇവിടെ ഹബിലി എന്ന് പറഞ്ഞാൽ കയറ് എന്നാണ് ഭാഷാർത്ഥം. സുന്നി പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ കയറ് മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞില്ലേ, ആ കയറിൻ്റെ കളർ ഏതാണ്? ആ കളർ പറഞ്ഞാൽ ഈ കൊടിയുടെ കളർ ഞങ്ങൾ പറയുമെന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് രണ്ടും ആലങ്കാരിക പ്രയോഗമാണ്. ഇവിടെ കയറ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ വലിയൊരു കയറുണ്ട്, ആ കയറെല്ലാവരും മുറുകെ പിടിക്കണമെന്നാണോ? ഒരിക്കലുമല്ല. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സ്വയം അപഹാസ്യരാവുകയാണ്, നിങ്ങൾ സ്വയം വിഡ്ഢികളാകുകയാണ് സുഹൃത്തുക്കളെ. അസ്സലാമു അലൈക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ ഉഹദിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന സ്വഹാബാക്കളെ മധ്യേ 12 SSFകാർ വന്നു. സമ്റത്ത് ഇബ്നു ജുന്ദബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു പോലത്തവരൊക്കെ അതിൽ അംഗങ്ങളാണ്.
ആ കുട്ടികളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മക്കളെ, യുദ്ധം അത്ര കൊടുമ്പിരിക്കൊള്ള രംഗമായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആ കുട്ടികൾ മുത്തുനബിയുടെ മുമ്പിൽ ഉറക്കെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അമ്പെഴുത്തിൽ ഞങ്ങൾക്ക് പരിശീലനമുണ്ട്, ഞങ്ങൾ ഇവിടെ വേണമെങ്കിൽ അത് പ്രദർശിപ്പിക്കാം. ഉള്ളൂ സുന്നി വിശ്വസിപ്പിക്കാൻ ഇവിടെ നമ്മളെ ഉള്ളൂ. പ്രിയപ്പെട്ട പ്രവർത്തകരെ, അടികിട്ടിയേക്കും, കേസുകൾ ഉണ്ടായേക്കും, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായേക്കും, കണ്ണുരുട്ടിയേക്കും, ഒരാളും സഹായിക്കാനില്ലാത്ത കാലത്തും, ഒരു യൂണിറ്റ് കമ്മിറ്റി പോലും നമ്മുടേതായി നിലവിൽ വന്നിട്ടില്ലാത്ത കാലത്തും സുന്നത്ത് ജമാഅത്ത് ഉറക്കെ ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചു. നമ്മൾ ഇഖാമത്ത് കൊടുത്ത് മെഹ്റാബിലേക്ക് കയറി നിൽക്കുന്ന സമയത്ത് ആ മെഹ്റാബിൽ നിൽക്കുന്ന ഇമാമിന്, ആ ഏപ്പിക്കാരന്, ആ മെഹ്റാബിൽ നിന്ന് അങ്ങനെ തന്നെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പള്ളിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി ഇനി പള്ളിയിൽ കാണാൻ പാടില്ലെന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടത് ഞങ്ങൾ മറന്നിട്ടില്ല. പക്ഷേ ആ പണ്ഡിതൻ പുറത്ത് നിന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു, എന്റെ ജോലി എനിക്ക് പ്രശ്നമല്ല, നിങ്ങൾ പിരിച്ചുവിട്ടാൽ അള്ളാഹു എനിക്ക് തന്ന ആയുഷ്കാലത്തിൽ ഓരോരോ ദിവസം ഓരോരോ പള്ളിയിൽ നിന്നാലും നിങ്ങൾ പറഞ്ഞത് കേൾക്കാൻ എന്നെ കിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച പണ്ഡിത ശിരോമണികളാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ധർമ്മധീരരായ പ്രവർത്തകരെ, നാം ആരുടെയും പിന്തുണ കണക്കാക്കിയിട്ടല്ല ചെയ്തത്. വലാ തഖ്ശൗഹും വഖ്ശൗനി, അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ. അതുകൊണ്ട് സംഘടനാ പ്രവർത്തകരോട്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തകരോട് നമ്മുടെ ജിഹാദ് നമ്മുടെ ശരീരത്തോട്, നമ്മുടെ ജിഹാദ് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജിഹാദ് നമ്മുടെ മഹല്ലത്തുകളിൽ, നമ്മുടെ ജിഹാദ് നമ്മുടെ പരിസരത്തിൽ. എന്താണ് നമ്മുടെ ജിഹാദ്? അല്ലാഹു അല്ലാഹ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു കുട്ടിയും ഇനി എന്റെ രക്തബന്ധത്തിലോ, എന്റെ വിവാഹബന്ധത്തിലോ, എന്റെ കുടുംബ ബന്ധത്തിലോ, എന്റെ മഹല്ലത്തിലോ, എന്റെ യൂണിറ്റിലോ ഈ പുതുതായി ഒരാൾ വഹാബിയായി പോകുന്ന അവസ്ഥ ഉണ്ടാകരുതേ എന്ന ഒരു തീരുമാനം, അതിനു വേണ്ടിയുള്ള ഒരു ജിഹാദിന്റെ പ്രവർത്തനം, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ സമ്മേളനം നമുക്ക് അതിനാണ് പ്രചോദനം നൽകുന്നത്. 14 ജില്ലകളിലും സമ്മേളനം സമാപിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ലക്ഷക്കണക്കായ പ്രവർത്തകന്മാർ അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ട്, അല്ലാഹുവിന്റെ റസൂലിനെ മാത്രം മഹബത്ത് വെച്ച് പണ്ഡിത നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് ഇനി ഒരാൾ പുതുതായി വഹാബിയും മൗദൂദിയും ആകരുതേ എന്ന പ്രതിജ്ഞയോടുകൂടെ പ്രവർത്തിക്കുന്ന വിഭാഗം ഉണ്ടാകണം. അവർ തീർച്ചയായും കണ്ണീരൊപ്പുന്ന പ്രവർത്തകരായിരിക്കും. അവർ തീർച്ചയായും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ മുന്നിലുണ്ടാകും. അവർ തീർച്ചയായും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുടെ മുന്നിലുണ്ടാകും. വിദ്യാഭ്യാസ വിപ്ലവ പ്രവർത്തന രംഗത്ത് നമ്മുടെ മുന്നേറ്റം എവിടെ എത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ദഅവാ കോളേജുകളിലും ഞങ്ങളുടെ ശരീഅത്ത് കോളേജുകളിലും പഠിച്ചിരിക്കുന്ന 22 വയസ്സായ കുട്ടികൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, അത് ഏത് വേൾഡ് ഭാഷയായ അറബിയിലും ഇംഗ്ലീഷിലും ഉറുദുവിലും